ത്രിയേക ദൈവത്തിന് സ്തുതി. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ നിങ്ങൾ പ്രവർത്തിപ്പീൻ എന്നരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കാൻ പോകുന്നത് നിത്യജീവൻ എന്ന വിഷയത്തെക്കുറിച്ചാണ്. നിത്യജീവൻ എന്ന വിഷയം ഈ ലോകത്തിൽ നിന്നും ചിന്തിക്കുന്ന മറ്റ് വിഷയങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു വിഷയമാണ്. സാധാരണ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഈ ലോക ജീവിതത്തെക്കുറിച്ചാണ് എങ്കിൽ, യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചതും നമ്മെ പ്രബോധിപ്പിച്ചതും കൂടുതലായി നിത്യജീവനെക്കുറിച്ച് ചിന്തിക്കാനാണ്. ഉദാഹരണത്തിന് കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് പോലും സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത് ഇപ്രകാരമാണ്: സുവിശേഷത്തിൽ വിശ്വസിക്കണം, കാരണം കാലം തികഞ്ഞിരിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടണം. ഈ കാര്യങ്ങളാണ് യേശു പ്രബോധിപ്പിച്ചത്. അതുകൊണ്ട് യേശു നിത്യജീവനെക്കുറിച്ച് പഠിപ്പിക്കുന്ന തിരുവചന ഭാഗങ്ങൾ പരിശോധിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യാശയെക്കുറിച്ച് ധ്യാനിക്കാമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഭാരതത്തിലെ മഹർഷിമാർ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, നമ്മളെല്ലാം കേട്ടിട്ടുള്ളത് തന്നെയാണത്. തമസോമ ജ്യോതിർഗമയ, അസതോമ സദ്ഗമയ, മൃത്യോമ അമൃതം ഗമയ. അതിൽ മൂന്നാമത്തെ വരിയിൽ നമ്മൾ കാണുന്നത് മൃത്യോമ അമൃതം ഗമയ, മരണത്തിൽ നിന്നും അമർത്യതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. വാസ്തവത്തിൽ ഈ പ്രാർത്ഥനയുടെ ഉത്തരം നമ്മൾ കാണുന്നത് എവിടെയാണ്? ഈ പ്രാർത്ഥനയുടെ ഉത്തരം വാസ്തവത്തിൽ യേശുക്രിസ്തുവിൽ സമ്മേളിച്ചിരിക്കുന്നു നമുക്ക് കാണാൻ കഴിയും. ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ. യേശു പ്രഖ്യാപിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ വെളിച്ചത്തിൽ നടക്കും. അപ്പോൾ ഒന്നാമത്തെ പ്രാർത്ഥനയുടെ ഉത്തരം യേശുവാണ്. 2, അസതോമ സദ്ഗമയ, അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. സത്യം യേശു തന്നെയാണ്. അതുകൊണ്ട് അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണമേ എന്ന പ്രാർത്ഥനയുടെ ഉത്തരവും യേശു തന്നെയാണ്. 3, മൃത്യോമ അമൃതം ഗമയ, മരണത്തിൽ നിന്നും അമർത്യാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ മരണമില്ലായ്മയിലേക്ക് അഥവാ നിത്യജീവനിലേക്ക് ഞങ്ങളെ നയിക്കണമേ. യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. അപ്പോൾ മരണമില്ലാത്ത അവസ്ഥ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവാണ്. ആ അവസ്ഥയിലേക്ക് നാം നയിക്കപ്പെടണമെന്നാണ് ഭാരതീയാചാര്യന്മാർ പ്രാർത്ഥിച്ചത്. യേശുക്രിസ്തു ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ്. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി നിത്യജീവൻ പ്രാപിക്കാനുള്ള ബൈബിൾ നൽകുന്ന വിവിധ മാർഗങ്ങളെക്കുറിച്ച് നമുക്ക് അല്പമായിട്ട് ധ്യാനിക്കാം. ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് തിരുവചനം സ്വീകരിക്കുക എന്നുള്ളതാണ്. എന്താണ് തിരുവചനത്തിൻ്റെ പ്രത്യേകത? വചനത്തെക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം സമാരംഭിക്കുമ്പോൾ തന്നെ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. യേശുക്രിസ്തു തന്നെയാണ് വചനം. വചനം ദൈവമായിരുന്നു. വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു.
ഈ ജഡമായി തീർന്ന വചനം യേശുവാണ്. വീണ്ടും വെളിപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ പറയുകയാണ്, അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവൻ്റെ പേർ ദൈവവചനം എന്നാകുന്നു. രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചവൻ യേശു ക്രിസ്തുവാണ്. യേശുവിൻ്റെ പേർ ദൈവവചനമെന്നാണെന്ന് അവിടെയും പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വചനം തന്നെ നിത്യജീവനാണ്. ദൈവവചനം കേൾക്കുക. പത്രോസും സഹശിഷ്യന്മാരും ഒരിക്കൽ യേശുവിൻ്റെ സമീപത്ത് നിൽക്കുമ്പോൾ യേശു തൻ്റെ ശരീരത്തെക്കുറിച്ച് പഠിപ്പിച്ചതാണ്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. ഇങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ അക്കാലത്തെ മറ്റ് ചില ശിഷ്യന്മാർ അവനെ വിട്ടുപോയി. അവർക്ക് മനസ്സിലായില്ല, എൻ്റെ ശരീരം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ചില കർത്താവിൻ്റെ ഫോളോവേഴ്സിന് അത് മനസ്സിലാക്കാൻ പറ്റിയില്ല. അവർ യേശുവിനെ വിട്ടുപോയി. അന്ന് മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ യേശു പത്രോസിനോടും കൂട്ടുകാരോടും ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ? ഡു യു വാണ്ട് ടു ഗോ അലോങ് വിത്ത് ദം? നിങ്ങൾക്ക് അവരുടെ കൂടെ പോകണമെന്നുണ്ടോ? പോകണമെങ്കിൽ പോകാം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ പത്രോസ് നൽകുന്ന മറുപടിയുണ്ട്, കർത്താവേ, ഞങ്ങൾ അങ്ങയെ വിട്ട് എങ്ങോട്ട് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങയുടെ പക്കൽ ഉണ്ടല്ലോ. നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലാണ്. പിന്നെ ഞങ്ങൾ എവിടേക്കാണ് പോവുക? അനുഗ്രഹിക്കപ്പെട്ടവരെ, അപ്പോൾ യേശുവിൻ്റെ വചനം നിത്യജീവൻ ലഭിക്കാൻ കാരണമാണ്. ആരെങ്കിലും യേശുവിൻ്റെ വചനം കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ അവന് നിത്യജീവൻ കിട്ടും. സുറിയാനി ക്രിസ്ത്യാനികളുടെ ആരാധനാഗീതത്തിൽ ഇങ്ങനെ പാടുന്നു, കൈക്കൊള്ളുവോർക്കൊക്കെയും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. ഇത് കൈക്കൊള്ളുന്നവർക്ക് സ്വർഗരാജ്യം എന്ന മഹാഭാഗ്യം ലഭിക്കും, അഥവാ നിത്യജീവൻ ലഭിക്കും. അപ്പോൾ യേശുവാകുന്ന വചനത്തെ സ്വീകരിക്കുകയാണ് നാം ഒന്നാമതായി ചെയ്യേണ്ടതായ കാര്യം. രണ്ടാമതായി കർത്താവായ യേശു പറയുകയാണ്, നിത്യജീവൻ പ്രാപിക്കാൻ നാം ചെയ്യേണ്ടുന്ന വഴിയെക്കുറിച്ച് പറയുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകും. എത്ര വലിയ സന്തോഷകരമായ കാര്യമാണ്! ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാണ്. യേശുവിനെ അറിയുന്നത് പോലും നിത്യജീവന് കാരണമാണെങ്കിൽ നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ്. ദൈവത്തെ, സത്യദൈവത്തെ, അവൻ്റെ ഏകജാതനായ പുത്രനെ അറിയുവാൻ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ് നമ്മൾ. എങ്ങനെ വിളിച്ചു? തൻ്റെ അന്ധകാരത്തിൽ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകും. നമ്മളെക്കുറിച്ച് തിരുവചനത്തിൽ എഴുതിയിരിക്കുകയാണ്, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്, രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്, എല്ലാറ്റിലുപരിയായി കർത്താവിൻ്റെ സ്വന്തം ജനമാണ്. ആവർത്തന പുസ്തകം 6-7 അത് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എല്ലാ ജാതികളിലും വെച്ച് എനിക്ക് സ്വന്തമായിരിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്. ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയുകയാണ്, ലോകത്തിലെ സർവ്വ ജാതികളിലും വെച്ച് എനിക്ക് സ്വന്തമായിരിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, നാം
തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം യേശുവിനെ അറിയുക. ആരാണ് യേശു എന്ന് അറിയുക. നിത്യനായ പിതാവിൻ്റെ സന്നിധിയിൽ നിന്നും മനുഷ്യനായി ലോകത്തിലേക്ക് വന്ന അരുമരക്ഷകനെ അറിയുക. നിൻ്റെ വീണ്ടെടുപ്പുകാരനെ അറിയുക. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി സ്വർഗം ചായ്ച്ചിറങ്ങി വന്നവനെ നാം അറിയുന്നത് പോലും നിത്യജീവനാണ്. അതിലും വലിയൊരു ഭാഗ്യം നമുക്കില്ല. അതുകൊണ്ട് ഈ യേശുവിനെ അറിയിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന അവസരം നമ്മൾ നഷ്ടപ്പെടുത്താമോ? ഇന്ന് മറ്റ് പലതും അറിയുവാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. യേശുവിനെ അറിയുവാൻ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? സുവിശേഷം കേൾക്കുമ്പോഴാണ് നമ്മൾ യേശുവിനെ കുറിച്ച് കൂടുതലായി അറിയുന്നത്. അവൻ്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോഴാണ് നാം അവനെ തൊട്ടറിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ലാസറിൻ്റെ ഭവനത്തിൽ യേശു കടന്നു ചെന്നു. അപ്പോൾ മറിയം എന്ന സഹോദരി വന്ന് യേശുവിൻ്റെ പാദപീഠത്തിലിരുന്നു. മാർത്ത എന്ന മറ്റൊരു സഹോദരി അവനെ ശുശ്രൂഷിക്കാൻ വേണ്ടി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് തിരക്ക് പിടിച്ച് നടക്കുകയാണ്. അപ്പോൾ മാർത്ത എന്ന സഹോദരിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അസ്വസ്ഥത വന്നു. എന്താണ്? തൻ്റെ സഹോദരി തന്നെ സഹായിക്കാതെ യേശുവിൻ്റെ പാദപീഠത്തിലിരുന്ന് അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, അവൻ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാർത്ത എന്നിട്ട് യേശുവിനോട് പരാതി പറയുകയാണ്, കർത്താവേ, എന്നെ സഹായിക്കുന്നതിന് ഇവളോടൊന്ന് പറഞ്ഞു. അപ്പോൾ അവർ തമ്മിൽ അത്ര സൗഹൃദ ബന്ധമായിരുന്നു. അതുകൊണ്ടാണ് അത്ര സ്വാതന്ത്ര്യത്തോടെ സംസാരിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ യേശു പറയുകയാണ്, മാർത്തേ മാർത്തേ, നീ പലവിധ കാര്യങ്ങളെ ചൊല്ലി ബന്ധപ്പെടുന്നു. ആവശ്യമുള്ളത് ഒന്നേ ഉള്ളൂ. അല്പമേ വേണ്ടുവല്ല, ഒന്ന് മതി. മറിയം നല്ല പങ്കിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് അവൻ്റെ വചനങ്ങൾ കേൾക്കുന്നതാണ് ആവശ്യമുള്ള ഒന്ന്, അല്ലെങ്കിൽ നല്ല പങ്ക് എന്ന് പറയുന്നത്. നമ്മൾ എത്ര പേർ ഈ നല്ല പങ്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട്? നമുക്ക് എത്രയോ സമയം ഒരു ദിവസം ബാക്കി കിട്ടുന്നുണ്ട്. അത്യാവശ്യമുള്ള ജോലി തിരക്കുകൾ കഴിഞ്ഞ് എത്രയോ സമയം കിട്ടുന്നുണ്ട്. നമ്മൾ യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കാറുണ്ട്. നമ്മൾ യേശുവിൻ്റെ വചനങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഏതെങ്കിലും വചനം കേൾപ്പിക്കുന്ന ടെലിവിഷൻ ചാനലിൻ്റെ മുമ്പിൽ നിൽക്കാറുണ്ടോ? ദൈവവചനം കേൾക്കാൻ കൊതിയോടെ ബൈബിൾ തുറക്കാറുണ്ടോ? സുവിശേഷ പന്തലുകളിലേക്ക് പോകാറുണ്ടോ? നമ്മൾ ഇപ്പോഴും ലൗകികമായ തമാശകൾ, ലൗകികമായ കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഇമ്പപ്പെടുന്നവരല്ലേ? വാസ്തവത്തിൽ നിത്യജീവന് വേണ്ടി നമ്മൾ എന്താണ് അധ്വാനിക്കുന്നത്? നമ്മളെ തന്നെ പരിശോധിച്ചാൽ നമ്മൾ പലപ്പോഴും ഒന്നും ചെയ്യുന്നില്ല എന്ന് കാണാം. അതുകൊണ്ട് യേശുവിനെ അറിയുവാൻ വേണ്ടി ശ്രമിക്കുക. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ ആ ആരംഭ വചനം തന്നെ വളരെ മനോഹരമാണ്. എന്നെ ഏറ്റവും അധികം ആകർഷിച്ച ഒരു വചനമാണത്. അവിടെ അപ്പോസ്തലനായ യോഹന്നാൻ പറയുകയാണ്, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും കേട്ടതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടി ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ചില കാര്യങ്ങളൊന്നും എടുത്തു പറഞ്ഞോട്ടെ. ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനത്തെക്കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. യോഹന്നാൻ ശ്ലീഹ പറയാണ്, ഐ ആം സ്പീക്കിംഗ് അബൌട്ട് വൺ ഹൂം ഐ ടച്ച്ഡ്. ഞാൻ തൊട്ടവനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടവനെക്കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത്. ജെറുസലേമിൽ പോയിട്ടുള്ളവർക്കറിയാം, പോകുന്നതിന് മുമ്പ് നമ്മൾ ജെറുസലേമിനെക്കുറിച്ച് ഒത്തിരി പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട്, ഇങ്ങനെയൊക്കെ ആയിരിക്കും.
എന്നാൽ അവിടെ പോയിട്ടുള്ളവർക്കറിയാം, അത് നേരിട്ട് കണ്ടപ്പോഴാണ് അത് ഇത്രമാത്രം മനോഹരമാണ്, ഇത്രമാത്രം എൻ്റെ കർത്താവിൻ്റെ പാദപീഠം തൊട്ട പുണ്യഭൂമിയാണ്, ഇത്രമാത്രം ശിഷ്യന്മാരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ്, കർത്താവിൻ്റെ തിരുരക്തം വീണ മണ്ണാണ് എന്ന് തൊട്ടറിയുമ്പോഴാണ് നമുക്കതിൻ്റെ തീവ്രത മനസ്സിലാവുക. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ യേശുവിനെ തൊട്ടറിയുവാൻ, കണ്ടറിയുവാൻ, അടുത്തറിയുവാൻ നമ്മൾ എന്ത് ചെയ്തു? മർക്കോസിൻ്റെ രക്ഷാകരമായ സുവിശേഷം 3-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പറയുകയാണ്, അവൻ തന്നോട് കൂടെ ഇരിക്കുവാനും പ്രസംഗിക്കേണ്ടതിന് അയക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കാൻ അധികാരമുണ്ടാകേണ്ടതിനുമായി 12 പേരെ തിരഞ്ഞെടുത്തു. യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റീസൺ തന്നോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. യേശുവിനോട് കൂടെ ഇരിക്കുക, അവനിൽ കേൾക്കാനാണ്, യേശുവിനെക്കുറിച്ച് അറിയുവാനാണ്. നമ്മൾ അവൻ്റെ കൂടെ ഇരിക്കണം. നല്ലൊരു ധ്യാനത്തിൽ സംബന്ധിച്ചാൽ നമ്മൾ യേശുവിനെ കൂടുതൽ അറിയാൻ ശ്രമിക്കുകയാണ്. ഈ നാളുകളിൽ നമ്മുടെ സഭയിലും നല്ല ധ്യാനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പോയി നമ്മൾ ഒരു ഏതാനും ദിവസം ഇരുന്നാൽ അത് നമുക്ക് വലിയ അനുഭവമാണ്. യേശുവിനെ തൊട്ടറിയാൻ, ഈ യേശുവിനെ കണ്ടറിയാൻ, ഈ യേശുവിനെ രുചിച്ചറിയാൻ അത് നമുക്ക് കാരണമായി തീരും. കർത്താവിൻ്റെ വചനം പറയുകയാണ്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ചുരുങ്ങിയ ആയുസ്സിൽ യേശുവിനെ രുചിച്ചറിയുവാനുള്ള അവസരം നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. അപ്പോൾ യേശുവിനെ അറിയുന്നത് പോലും നിത്യജീവന് കാരണമാണ്. 1, യേശുവിൻ്റെ വചനം കേൾക്കുക. 2, യേശുവിനെ അറിയുക. 3, നിത്യജീവനുള്ള 3-ാമത്തെ മാർഗമാണ് പുത്രനെ നോക്കുക. വിശുദ്ധ യോഹന്നാൻ 6:40 പറഞ്ഞിരിക്കുന്നു, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. ജസ്റ്റ് ലുക്ക് അറ്റ് ജീസസ്. നമ്മൾ മനുഷ്യർ എന്തെല്ലാം കാഴ്ചകളിലാണ് നമ്മുടെ കണ്ണുകൾ മുടക്കി വച്ചിട്ടുള്ളത്. ഈ ലോകത്തിലെ കാഴ്ചകൾ കണ്ട് 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 മനുഷ്യരുടെ കണ്ണിലൂടെ പാപം ഉള്ളിൽ കയറി ഇന്ന് പാപത്തിന് അടിമകളായിരിക്കുകയാണ് നമ്മൾ. പ്രത്യേകിച്ച് ടെലിവിഷൻ, അതുപോലെ തന്നെ മൊബൈൽ ഫോണിലുള്ള വീഡിയോ ചിത്രങ്ങൾ മുതലായവ കണ്ട് കണ്ട് അതിലെ ഏറ്റവും മ്ലേച്ഛമായ കാഴ്ചകൾ കണ്ട് യുവ മനസ്സുകളൊക്കെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, അച്ഛാ, ഞങ്ങൾ അരുതാത്ത കാഴ്ചകൾ കണ്ട് ഞങ്ങളുടെ ജീവിതം താറുമാറായിപ്പോയി. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകൾ ഇങ്ങനെയുള്ള തിന്മകൾ കാണാനുള്ളതാണോ? യേശു പറയുന്നു, യേശുവിനെ കാണാത്ത കണ്ണ് കണ്ണല്ല, യേശുവിൻ്റെ പാട്ട് കേൾക്കാത്ത കാത് കാതല്ല. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നു മുതൽ നമ്മൾ തീരുമാനിക്കുക, നമുക്ക് വേണ്ടി മനുഷ്യനായി ജീവിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കാണാൻ നമ്മൾ പരിശ്രമിക്കുക. മാർട്ടിൻ എന്ന ചെരുപ്പ് കുത്തിയുടെ ഒരു കഥയുണ്ട്. അദ്ദേഹത്തിന് ഒരു ദിവസം സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായി, യേശു തൻ്റെ വീട്ടിലേക്ക് വരുന്നതായിട്ട്. വീടിൻ്റെ അരികിലിരുന്ന് ചെരുപ്പ് കുത്തിക്കൊണ്ടിരുന്ന അവന് വഴിയിലേക്ക് കണ്ണും നട്ട് ഇരുന്ന് നേരമല്ലാതെ വൈകി. അപ്പോൾ യേശുവിനെ കാത്തിരുന്ന അവനത് കാണാൻ കഴിഞ്ഞില്ല. പകരം ഒരു സ്ത്രീ തണുത്തു വിറച്ച് അതാ ഒരു കുഞ്ഞുമായി തെരുവിലൂടെ നടന്നു പോകുന്നു. അവൾക്ക് തണുപ്പ് മാറ്റാൻ കമ്പിളി വസ്ത്രമൊന്നും കാണുന്നില്ല. അദ്ദേഹം നോക്കുമ്പോൾ ആ സ്ത്രീ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയി കുഞ്ഞിക്കൂടിയിരിക്കുകയാണ്. തൻ്റെ കുഞ്ഞിനെ പുതപ്പിക്കാൻ ആവശ്യത്തിന് നല്ല തുണിയില്ല. മാർട്ടിൻ ഓടി വീടിനകത്ത് കിടന്ന ഒരു കമ്പിളി, തനിക്കുണ്ടായിരുന്ന കമ്പിളി വസ്ത്രം എടുത്ത് ഓടിക്കൊണ്ടുപോയി ആ സ്ത്രീക്ക് കൊടുത്തു. അവരത് വളരെ ആർത്തിയോടെ സ്വീകരിച്ച് കുഞ്ഞിനെ പുതപ്പിച്ചുകൊണ്ട് മറുവറ്റം കൊണ്ട് തൻ്റെ ശരീരവും മറച്ചിരുന്നു. ആ കൊടിയ മഞ്ഞ് വീഴുന്ന തണുപ്പിൽ ആ കുഞ്ഞിനെ അങ്ങനെ രക്ഷിക്കുന്നതിന് മാർട്ടിൻ്റെ സഹായം കാരണമായി തീർന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇതാ ഒരു കുട്ടിയെ അനേകം കുഞ്ഞുങ്ങൾ ഓടിക്കുന്ന ഒരു കാഴ്ച കണ്ടു. എന്താണ് കാരണം? അവൻ അവരുടെ പറമ്പിൽ കയറി ഒരു ആപ്പിൾ പറിച്ചു. അതിൻ്റെ പേരിൽ അവനെ കല്ലെറിഞ്ഞ് ഓടിക്കുകയാണ്. ആ കുട്ടി ഓടി
മാർട്ടിൻ്റെ സമീപത്ത് വന്ന് നിന്നു. കുട്ടികൾ പിന്നാലെ വന്നു. മാർട്ടിനെ കണ്ടതോടുകൂടെ ഓടിച്ച കുട്ടികൾ തിരിച്ചുപോയി. മാർട്ടിൻ ചോദിച്ചു, എന്താണ് നിന്നെ അവർ ഓടിക്കുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വിശന്നിട്ട് അവരുടെ പറമ്പിൽ നിന്ന് ഒരു ആപ്പിൾ എടുത്തതാണ്, അതവർ തട്ടിപ്പറിച്ചു എന്നെ കല്ലെറിഞ്ഞ് ഓടിക്കുകയാണ്. മാർട്ടിൻ തൻ്റെ കുടിലിനകത്ത് പോയി തനിക്ക് കഴിക്കാൻ വെച്ചിരുന്ന ഒരു അപ്പം എടുത്തു കൊണ്ടുവന്ന് ആ പൈതലിൻ്റെ കരങ്ങളിൽ വെച്ച് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അവനത് ഭക്ഷിച്ച് സന്തോഷത്തോടെ പോയി. അന്ന് രാത്രിയിൽ അവൻ വീണ്ടും സ്വപ്നം കണ്ടു. മാർട്ടിൻ, മാർട്ടിൻ. യേശു വിളിക്കുകയാണ്. കർത്താവേ, അവിടെ നിന്ന് എൻ്റെ ഭവനത്തിൽ വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. അപ്പോൾ യേശു പറഞ്ഞു, ആര് പറഞ്ഞു ഞാൻ വന്നില്ലെന്ന്? ഞാൻ 2 പ്രാവശ്യം നിൻ്റെ അടുക്കൽ വന്നു. മാർട്ടിൻ അത്ഭുതത്തോടെ ചോദിച്ചു, എപ്പോഴാണ് യേശുവേ അങ്ങൻ്റെ ഭവനത്തിലേക്ക് വന്നത്? നീ വസ്ത്രം തന്ന് പുതപ്പിച്ച ആ സ്ത്രീയും കുഞ്ഞും എനിക്ക് ഓർമ്മയില്ലേ? അത് ഞാനായിരുന്നു. മറ്റൊരവസരത്തിൽ നീ ഒരു അപ്പം കൊടുത്ത് വിശപ്പ് മാറ്റിയ ആ കുഞ്ഞിനെ നീ ഓർക്കുന്നില്ലേ? അതും ഞാനായിരുന്നു. നമ്മുടെ അടുക്കൽ വരുന്നവനായ യേശുവിനെ അഗതികളിൽ കാണുവാനുള്ള കണ്ണ് നമുക്കുണ്ടാകണം. അനുഗ്രഹിക്കപ്പെട്ടവരെ, യേശു ഒരുക്കം നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ നമ്മൾ യേശുവിനെ നോക്കിയിരിക്കണം. കർത്താവ് അഗതികളുടെ രൂപത്തിൽ നമ്മുടെ അടുക്കൽ വരാം. അതുകൊണ്ട് നമ്മുടെ കണ്ണ് യേശുവിനെ നോക്കട്ടെ. 4-മതായി കർത്താവിൻ്റെ വചനം പറയുകയാണ്, പുത്രനിൽ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. നിത്യജീവൻ പ്രാപിക്കാനുള്ള 4-മത്തെ മാർഗ്ഗമാണ് പുത്രനിൽ വിശ്വസിക്കുക. വിശ്വാസം, അതിലൂടെയാണ് നിത്യജീവനിലേക്ക് നമ്മൾ വരുന്നത്. നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ നമുക്ക് നിത്യജീവനെ പ്രാപിക്കാൻ പറ്റുകയില്ല. വിശുദ്ധ യോഹന്നാൻ 3:16 എന്താണ് പറയുന്നത്? തൻ്റെ ഏകജാതനായി വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തക്കവണ്ണം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അവൻ ലോകത്തെ സ്നേഹിച്ചു. തൻ്റെ ഏകജാതനായി പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതിരിക്കാനാണ് ദൈവം തൻ്റെ ഓമനകുമാരനെ നമുക്ക് നൽകിയത്. അപ്പോൾ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കാനാണ് എന്നെ നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരെല്ലാം വിശ്വാസത്താൽ സ്വർഗരാജ്യം കൈവശപ്പെടുത്തിയവരാണ്. അബ്രഹാം പിതാവ് വിശ്വാസത്താൽ തന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടാൻ പറഞ്ഞപ്പോൾ പുറപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്, അത് കണ്ടിട്ടൊന്നുമില്ല, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നിങ്ങൾ പുറപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം തൻ്റെ ചാർച്ചക്കാരെയും തൻ്റെ പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ടു വിശ്വാസത്താൽ. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മളും സ്വർഗരാജ്യം കണ്ടിട്ടില്ല, പക്ഷെ കാണിപ്പാനിരിക്കുന്ന ദേശത്തെക്കുറിച്ച് വിശ്വാസത്താൽ അബ്രഹാമിനെ പോലെ പുറപ്പെടാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ തീർച്ചയായും അവിടെ എത്തിച്ചേരും. യേശുവെ ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്, അടിയുറച്ച വിശ്വാസമാണ് നമ്മെ നിത്യജീവനിലേക്ക് എത്തിക്കുന്നത്. 5-മതായി നിത്യജീവനിൽ എത്തിച്ചേരാനുള്ള മാർഗം യേശു പറയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ 6-ാം അധ്യായം 51-ാം തിരുവചനം. അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും. 53-ാം തിരുവചനത്തിൽ പറയുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഇല്ല. 54-ൽ പറയുകയാണ്, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധ സഭ ഏറ്റവും മനോഹരമായി ചെയ്യുന്ന ഒരു ശുശ്രൂഷ ഇതാണ്. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. വിശുദ്ധ യോഹന്നാൻ 6:54 വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ കുർബാന അത് വിശ്വാസികൾക്ക് അനുഭവിക്കാൻ വേണ്ടി ഓരോ വിശുദ്ധ ദിവസങ്ങളിലും നൽകിക്കൊണ്ട് പരിശുദ്ധ സഭ തൻ്റെ മക്കളെ നിത്യജീവൻ ഒരുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് പല ഇടവകകളിലും അനേകർ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നില്ല. പലരും കണ്ട് മടങ്ങിപ്പോകുന്നവരാണ്. വളരെ ന്യൂനപക്ഷം മാത്രമേ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുള്ളൂ എന്നതൊരു സത്യമാണ്. എന്താ കാരണം? ഈ കുർബാനയുടെ മഹത്വം എന്താണെന്ന്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് അവരറിഞ്ഞിട്ടില്ല. ഈ കുർബാന എന്ന് പറയുന്നത് യേശുവിൻ്റെ സാക്ഷാൽ ശരീരവും സാക്ഷാൽ രക്തവുമാണെന്നുള്ള ഉറച്ച ബോധ്യത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് വിശ്വാസികൾ വളരാതെ
നമുക്കിത് സ്വീകരിക്കാൻ തോന്നുകയില്ല. ഇത് ഗോതമ്പപ്പമല്ല, ഇത് വീഞ്ഞുമല്ല. ഇത് കർത്താവിൻ്റെ വചനപ്രകാരം പ്രാർത്ഥിച്ചപ്പോൾ ഇത് സാക്ഷാൽ യേശുവിൻ്റെ ശരീരമായി, ഈ സാക്ഷാൽ യേശുവിൻ്റെ രക്തമായി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞു. ആ ജീവനുള്ള ശരീരവും രക്തവുമാണ് ഞാൻ സ്വീകരിക്കുന്നത്. ആരെന്നെ വിശ്വാസത്താൽ സ്വീകരിക്കുന്നുവോ അവനിൽ ഞാൻ വസിക്കും, അവൻ നിത്യജീവൻ അവകാശിയായിത്തീരും എന്ന കർത്താവിൻ്റെ വചനമനുസരിച്ച് വിശ്വാസത്തോടെ, വിശുദ്ധിയോടെ, അതാണ് വിശുദ്ധ കുർബാനയ്ക്കുള്ള അടിസ്ഥാന യോഗ്യത. വിശുദ്ധിയും വിശ്വാസവുമാണ്. വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ ഇത് സ്വീകരിക്കുന്നവനെ കർത്താവ് വസിക്കും, അവൻ നിത്യജീവന് അവകാശിയായിത്തീരും. ആകയാൽ നിത്യജീവൻ്റെ പാതകളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചത്. ഒന്നാമതായി വചനം സ്വീകരിക്കുക, 2 പുത്രനെ നോക്കുക, 3 യേശുവിനെ അറിയുക, 4 വിശ്വസിക്കുക, 5 വചനമായ അപ്പമായ യേശുവിനെ ഭക്ഷിക്കുക. ഈ 5 വഴികളിലൂടെ നമ്മൾ നിത്യജീവനിലേക്ക് യാത്ര ചെയ്യും. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിത്യജീവൻ അവിടുന്നാകുന്നു. വഴിയും സത്യവും ജീവനും അവിടുന്ന് തന്നെയാണ്. അതുകൊണ്ട് സത്യവചനമായ യേശുവിനെ നോക്കുവാൻ, സത്യവചനമായ യേശുവിനെ കേൾക്കുവാൻ, സത്യവചനമായ യേശുവിൽ വിശ്വസിക്കുവാൻ, സത്യ അപ്പമായ അങ്ങയെ ആഹാരമായി ഭുജിക്കുവാൻ, അങ്ങനെ നിത്യജീവൻ്റെ അവകാശികളായി മാറുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് കൃപയാൽ യോഗ്യരാക്കി തീർക്കണമേ എന്നടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും വചനങ്ങൾക്കായിട്ടും നന്മകൾക്കായിട്ടും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ.